നമസ്കാരം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് പെൺകുട്ടികളെ കൊന്നുകുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് വിശ്വസിക്കാൻ ആദ്യമാരും തയ്യാറായില്ല. പിന്നീട് അത് വിശ്വസിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പോലീസിനും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഒക്കെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ എല്ലാവരും ഏറ്റെടുത്തതിന് ശേഷം ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആരാണ് ഇതിന് പുറകിൽ? ആരാണ് ഈ പണി ചെയ്തത്? ആരാണ് യഥാർത്ഥത്തിൽ വില്ലൻ? എന്തുകൊണ്ട് മലയാളി പെൺകുട്ടികളെ ഉൾപ്പെടെ അവിടെ കൊന്നു കുഴിച്ചു മൂടി? കുട്ടികളുടെ ലൈംഗികാവയവങ്ങളിൽ മണ്ണ് നിറച്ച് അതിക്രൂരമായി പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം എങ്ങനെയാണത് സംഭവിച്ചത്? സ്കൂൾ യൂണിഫോമോടുകൂടി കുട്ടികളെ ദഹിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. ആദ്യം അയാൾക്ക് ഭ്രാന്താണ് എന്ന ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾ പറയുന്നത് സത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു, ആരാണ് അതിന് പുറകിൽ? ആരാണ് വില്ലൻ എന്നുള്ള ചോദ്യം. എന്തായാലും 2018 എനിക്കുണ്ടായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് കർണാടകയിൽ ഇങ്ങനെ പെൺകുട്ടികൾ എത്തുന്നത്? ഏതവസ്ഥയിലാണ് അവരെ കൊന്നുകളയുന്നത്? സെറ്റ് സാരിയൊക്കെ ഉടുത്ത മലയാളി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അതുപോലെ മലയാളികളുടെ വേഷം ധരിച്ചിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ. ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ നിന്നും സിറിയയിലേക്ക് ആടുമേക്കാനും മറ്റുമൊക്കെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, ചില ഭീകരവാദ ക്യാമ്പുകളിൽ ഈ പെൺകുട്ടികളെ എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു. യഥാർത്ഥത്തിൽ കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ വ്യാപകമായവർ പല ഭാഗങ്ങളിലേക്കും പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പരാതി പറയാനോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്താനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല. അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോഴൊക്കെ സംഭവിച്ചിരുന്നത്. 2018 എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൂനംമൂച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഞ്ജലി എന്ന് പറയുന്ന ഒരു യുവതി. ഈ യുവതിക്ക് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരാളോട് പ്രണയം തോന്നി. ആ പ്രണയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി യുവതിയുടെ കുടുംബങ്ങൾ പരമാവധി ശ്രമിച്ചു. അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പരമാവധി ശ്രമിച്ചു. കേരളത്തിൽ ഉടനീളം സേവാഭാരതിയുടെ കീഴിലുള്ള തണൽ എന്ന് പറയുന്ന ആശ്രമം ഇവിടെ പഴയന്നൂരാണ് പ്രവർത്തിക്കുന്നത്. ആ തണലിലേക്ക് ഈ പെൺകുട്ടിയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അവർ തമ്മിൽ ഫോൺ ചെയ്യാനോ മറ്റുള്ള ബന്ധങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ മാറ്റിയത്. എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. പോലീസ് ഇടപെടുന്നു, അന്വേഷണം നടത്തുന്നു. ഈ തണൽ എന്ന് പറയുന്ന സേവാഭാരതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ പോലീസ് നേരിട്ടെത്തി പെൺകുട്ടിയുടെ മൊഴി സ്വീകരിക്കുന്ന, മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി പെട്ടെന്നൊരു ദിവസം ഈ കുട്ടിയെ കാണാതാകുന്നു. ഈ കുട്ടിയെക്കുറിച്ച് പിന്നീട് ഇവിടെ ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലുള്ള ആ യുവാവിന് യാതൊരുവിധ വിവരവുമില്ല. ഒരുപാട് അന്വേഷിച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞു. മംഗലാപുരത്ത്, കർണാടകയിലെ മംഗലാപുരത്ത് ഒരു കേന്ദ്രത്തിൽ അതീവ രഹസ്യമായി ഈ പെൺകുട്ടിയെ പാർപ്പിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ഈ യുവാവിന് കഴിഞ്ഞു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ അവസ്ഥ അപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഈ പെൺകുട്ടിയെ ചട്ടം പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു മംഗലാപുരത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള ഈ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്നത്. അഞ്ജലി എന്ന് പറയുന്ന യുവതി തൃശ്ശൂർ ജില്ലയിലെ കൂനംമൂച്ചി സ്വദേശിയാണ്. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ നേരത്തെ ആരെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്, ആ യുവാവിനെ വിവാഹം കഴിച്ച് ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണ്. ഒരു കുട്ടിയുണ്ട്. ഏതായാലും അവരുമായി ബന്ധപ്പെട്ട് ഈ വിഷയം എനിക്ക് പറയേണ്ടി വരുന്നത് ഈ വിഷയം നേരത്തെ വാർത്തയായതുകൊണ്ടാണ്. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ വാർത്തകളുമൊക്കെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. ഈ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് കരഞ്ഞ് ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്കും ഈ പെൺകുട്ടിയുടെ MLAക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥ പുറം ലോകം അറിയുന്നത്. അതുവരെ പെൺകുട്ടി അമ്മയുടെ കൂടെയാണ്, അതുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് കൂടെ പോകുന്ന ഈ പെൺകുട്ടിക്ക് പുറകെ പോയിട്ട് കാര്യമില്ല, പോകാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു പോലീസ് ഇവിടെ സ്വീകരിച്ചിരുന്നത്. സ്നേഹിക്കുന്ന ഈ യുവാവിനേക്കാൾ അമ്മയുടെ സംരക്ഷണയിലാണ് കുട്ടി കഴിയേണ്ടത് എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ കുട്ടിയെ കോടതിയിലെത്തിക്കാനോ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പറയാനോ പറ്റാത്ത ഒരു സാഹചര്യം നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഈ പെൺകുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളാണ് എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി പെൺകുട്ടി ഇപ്പോൾ അമ്മയുടെ കസ്റ്റഡിയിലാണ്
എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ ഈ കുട്ടിയെ ചട്ടം പഠിപ്പിക്കുന്നതിന് കൊണ്ടുപോയി ദേഹത്ത് ഇരുമ്പ് പഴിപ്പിച്ച് പൊള്ളിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ പെൺകുട്ടി ആ പ്രണയത്തിൽ നിന്ന് പിന്മാറണം. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില മരുന്നുകൾ കൊടുത്തു, ദേഹത്ത് പൊള്ളിച്ചു. ഈ ഒരു പൊള്ളിച്ച പാടുകളൊക്കെ വീഡിയോയിൽ പകർത്തിയാണ് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കേരള DGPക്ക് ഒരു വീഡിയോ അയച്ചത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു വീഡിയോ അയച്ചത്. എന്തായാലും ഈ ഫോൺ ഓഫ് ചെയ്യരുത്, ഈ ഫോൺ ഓണാക്കി തന്നെ വെക്കണം, സൈലന്റ് ആക്കി വെക്കണം. ഒരു കാരണവശാലും ഫോൺ കൈവശമുള്ള വിവരം ആ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ അറിയരുത് എന്ന് പറഞ്ഞ് കർണാടക പോലീസിന് രഹസ്യമായി ഇവിടെ കേരള DGP ഒരു മെസ്സേജ് അയക്കുകയാണ്, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. മലയാളി പെൺകുട്ടിയാണ്. ഇങ്ങനെ ഈ പെൺകുട്ടി കർണാടകയിലെ മംഗലാപുരത്ത് ഒരു കേന്ദ്രത്തിൽ തടവിലാണ് എന്ന കാര്യം ആ പെൺകുട്ടി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കർണാടക പോലീസിനെ അറിയിക്കുന്നു. കർണാടക പോലീസ് വളരെ രഹസ്യമായി ഈ കേന്ദ്രം റെയ്ഡ് ചെയ്യുന്നു. അതായത് ഈ ഫോൺ സിഗ്നൽ പരിശോധിച്ച് അതിനെ പിന്തുടർന്ന് അവരെവിടെ ഈ കേന്ദ്രത്തിൽ എത്തുന്നു. ആ കേന്ദ്രത്തിനകത്ത് കയറി പരിശോധന നടത്തുന്നു. ഈ പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെടുത്തി കോടതിയിലേക്ക് എത്തിക്കുന്നു. അമ്മയുൾപ്പെടെയുള്ള ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും കോടതിയിലെത്തിയ കുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിടുന്നു. ഈ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ തന്നെ ഒരു ബന്ധു, ഞാൻ ബന്ധുവാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച് കുട്ടിയെ അവിടെ നിന്നും തിരികെ വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് നേരത്തെ ഈ കുട്ടി ഇഷ്ടത്തിലായിരുന്ന യുവാവുമായിട്ടുള്ള വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്നു. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ വിവാഹം ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ നേരത്തെ കുട്ടിയെ സ്നേഹിച്ചിരുന്ന യുവാവ് എന്തു വന്നാലും ഇതിൽ നിന്ന് പുറകോട്ടില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് യാത്ര തുടർന്നത് കൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്താനായത്. എന്തായാലും ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ പലപ്പോഴും അവരെ ചട്ടം പഠിപ്പിക്കാൻ RSSന്റെ ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിൽ ചട്ടം പഠിപ്പിക്കുന്ന കാര്യത്തിൽ RSS പരാജയപ്പെടുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളെ ധർമ്മസ്ഥല പോലുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് പതിവായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ആ പെൺകുട്ടി ഏറ്റവും അവസാനം ആ പെൺകുട്ടിയെ വകവരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ സ്വന്തം നാട്ടിൽ നടത്തി. ആ പരീക്ഷണങ്ങൾ വിജയം കാണാതെ വന്നപ്പോഴാണ് ഈ പെൺകുട്ടിയെ ഇവിടെ മംഗലാപുരത്തുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ച് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത പക്ഷം പരമാവധി ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഇവിടെ ഈ കേന്ദ്രത്തിൽ പെൺകുട്ടിക്കുണ്ടായി. എന്നിട്ടും ഈ പെൺകുട്ടി പിടിച്ചു നിന്നു. ഒരിക്കലും RSS പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അമ്മ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ഈ പെൺകുട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ മിസ്സായിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ മിസ്സായ പെൺകുട്ടികളൊക്കെ സിറിയയിലേക്ക് പോയി മതപരിവർത്തനം നടന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കുട്ടികൾ പോയത് സിറിയയിലേക്കോ ആടുമേക്കാനോ മതം മാറ്റാനോ ഒന്നുമല്ല അവരെ കൊണ്ടുപോയത്. അവരുടെ RSSന്റെ നേതൃത്വത്തിലുള്ള ചില കേന്ദ്രങ്ങളിൽ അവർ പെട്ടുപോകുന്നു. അതിനുശേഷം RSS പറഞ്ഞത് അംഗീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇവരെ പിന്നീട് ഇതുപോലുള്ള കേന്ദ്രങ്ങളിലേക്ക്, ധർമ്മസ്ഥല പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. കേരള DGP ഇടപെട്ടു, കർണാടക പോലീസ് ഇടപെട്ടു, പത്രങ്ങളിൽ വാർത്ത വന്നു, വിഷ്വൽ മീഡിയകൾ ഈ വിഷയം ഏറ്റെടുത്തു, ആ പെൺകുട്ടിയുടെ വീഡിയോ പുറത്തുവിട്ടു. എന്നിട്ട് പോലും ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അവർ മതപരിവർത്തനം നടത്തി, മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെയാണ് അവർക്കെതിരായിട്ടുള്ള ആരോപണം. എന്നാൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കുന്ന വിഷയങ്ങൾ ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇടപെട്ട് നമ്മുടെ രാജ്യത്ത് അവർ എന്നേ നടപ്പിലാക്കിയിരുന്നു എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്.